ഇപ്പോൾ എനിക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ ഒരുപക്ഷെ നമുക്ക് വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരു മഹാഗായകനാണ് കടന്നുപോയിരിക്കുന്നത്. മലയാളികളെ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി പാടി അവർക്ക് പരമാവധി സന്തോഷം പകരാൻ ശ്രമിച്ച ഒരു ഗായകൻ്റെ അന്ത്യമാണ് ഇന്നുണ്ടായത്. എനിക്ക് വ്യക്തിപരമായി വലിയ ബന്ധമുള്ള ഒരു ആളാണ് പി ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറയുന്ന പോലെയല്ല, ഈ വിയോഗം നമ്മളെ വല്ലാതെ തളർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരുപാട് തമാശകളൊക്കെ ജയേട്ടൻ പറയുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്, സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്നത് അമല ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നമ്മുടെ പി ബാലചന്ദ്രൻ MLA തുടങ്ങിയ ആളുകളൊക്കെ, രാമു അവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ സൂരജ് സജ്ജി കൂടിയുണ്ട്. സൂരജ് സജ്ജി എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം അവിടെ നിന്ന് പൊതുദർശനത്തിന് കൊണ്ടുപോവുക? ആശുപത്രിയിൽ ആരൊക്കെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്? എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗാനം നിലച്ചു. ആ ആലാപന സുഗന്ധം മലയാളികൾക്ക് ഇനി റെക്കോർഡായിട്ട് മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് 7:54 ഭാവഗായകൻ ജയചന്ദ്രൻ വിടവാങ്ങുന്നത്. ഇപ്പോൾ സിനിമാ നടൻ രാമു നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് അങ്ങ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? 83 മുതലുള്ള അടുപ്പാണ് ഞങ്ങൾ മദ്രാസിൽ ഞാൻ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാം. മദ്രാസിൽ ചെന്ന മുതൽ ആ കാലം മുതലുള്ള അടുപ്പാണ്. ഒരു സഹോദര തുല്യമായിട്ടുള്ള അടുപ്പായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അറിയാലോ, വളരെ ലവിങ് ക്യാരക്ടറായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. ഒരു കാലത്ത് പ്രായത്തെ വെല്ലുന്ന ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ ഭക്ത ഗാനം ഞാൻ കേട്ടു. പഴയ ജയേട്ടൻ പാടുന്ന അതേ ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. പ്രായമൊരിക്കലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനെ ബാധിച്ചിരുന്നില്ല. അതൊരു ദൈവികമായിട്ടുള്ള കഴിവാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്ക് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഗാനശാഖയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് തീർച്ചയായിട്ടും. ഇത് തന്നെയാണ്, നിരവധി ആളുകൾ ഈ മരണവാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് അടക്കം എത്തുന്നുണ്ട്. എസ്കേൻ, ഇപ്പോൾ ഈ രോഗവിവരത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ന് 7:30 ജയചന്ദ്രനെ ഈ അമല ആശുപത്രിയിൽ എത്തിക്കുന്നത്. അദ്ദേഹം ഈ കരൾ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ഇവിടെ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലൊക്കെ അല്പം മോശകരമാകുന്ന നിലയിലേക്ക് ആരോഗ്യസ്ഥിതി പോയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ, ഡോക്ടറുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും വീട്ടിൽ അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അങ്ങനെ വിശ്രമത്തിലിരിക്കെ ഇന്ന് 7 മണിയോടുകൂടി അദ്ദേഹത്തിന് ഈ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. പിന്നീട് 7:30 തൃശൂർ അമല ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. 7:30 ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം കഴിയാവുന്നത്, അതായത് ഈ ശ്വാസതടസ്സമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം അടക്കം കൊടുത്തുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് ആശുപത്രി അധികൃതർ അടക്കം നടത്തിയത്. നമ്മളിവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ സോജൻ ജോർജുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 7:30 എത്തിച്ച സമയത്തടക്കം ഈ ശ്വാസതടസ്സമായതുകൊണ്ട് തന്നെ കൃത്രിമ ശ്വാസം അടക്കം കൊടുത്തുകൊണ്ട് ഈ ശ്വാസം നിലനിർത്താനായത്, ജീവൻ നിലനിർത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ 7:54 അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി തന്നെ അവർ നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എസ്കേൻ, അതോടൊപ്പം തന്നെ ഒരു വിവരം കൂടി പങ്കുവയ്ക്കാനുള്ളത്, ഈ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് ഈ ആശുപത്രിയിൽ തന്നെ, അമല ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 8 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഈ പൂങ്കുന്നത്തെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന് ഏറെക്കാലമായി താമസിക്കുന്നത് ഈ പൂങ്കുന്നത്തെ വീട്ടിലാണ്, പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെ 2 മണിവരെ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടുണ്ട്, തറവാട് വീടുണ്ട്. അത് ഇരിങ്ങാലക്കുട ചേന്നമംഗലം പാലിയത്ത് തറവാടാണ്. ഈ പാലിയത്ത് തറവാട്ട് വീട്ടിലേക്ക് 2 മണിക്ക് മൃതദേഹം കൊണ്ടുപോകും. 3 മണിയോടുകൂടി അവിടെ മൃതദേഹം എത്തിച്ച് അതിനുശേഷം ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ തറവാട്ട് വീട്ടിൽ സംസ്കാരം നടത്തും എന്നുള്ളതാണ് നിലവിൽ കുടുംബാംഗങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ അന്തിമ തീരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പ്രാഥമികമായി അവർ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. എസ്കേൻ, ഇദ്ദേഹത്തെ സംബന്ധിച്ച് എറണാകുളം സ്വദേശിയായിരുന്നു. എറണാകുളത്ത് ജനിക്കുന്നു. പിന്നീട് അദ്ദേഹം ഇരിങ്ങാലക്കുടക്കാരനായി മാറുകയായിരുന്നു. ഇരിങ്ങാലക്കുടയുടെ ഈ മലയാള സിനിമയിൽ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന മുദ്ര അടയാളപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹമാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 ഗായകർ തമ്മിൽ കണ്ടുമുട്ടിയതാണ് പുതിയ ചരിത്രം എഴുതിയത്. ദാസേട്ടൻ ഗായകനായും ലളിതഗാന മത്സരത്തിന് എത്തുന്നു. എന്നാൽ അവിടെ
മൃദംഗവാദക മത്സരത്തിനായി പി ജയചന്ദ്രൻ എത്തുന്നത്. പിൽക്കാലത്ത് രണ്ടുപേരും ഗായക നിരയിലേക്ക് വരുന്ന കളിത്തോടൻ എന്ന സിനിമയിലൂടെയാണ് പി ജയചന്ദ്രൻ രംഗത്തേക്ക് വരുന്നത്. ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞൊരു ലളിതഗാനമുണ്ടല്ലോ, ദേവരാജൻ മാഷ് കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി ചെയ്ത ഒരു ലളിതഗാനമുണ്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. മനോഹരമായ സിനിമാ പാട്ട് പോലെ പോപ്പുലറായിട്ടുള്ള ONV ഒരു രചനയായിരുന്നു അത്. ഇപ്പോൾ എന്നോമൽ ഉറക്കമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഗായകൻ എന്ന നിലയിൽ ദാസേട്ടൻ വളരെ കത്തി നിന്ന ഒരു കാലത്താണ്, അതായത് എല്ലാം A to Z KJ യേശുദാസ് എന്ന് മലയാള സിനിമ പറയുന്ന കാലത്താണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഈ പി ജയചന്ദ്രൻ എന്നൊരു ഗായകൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മലയാള സിനിമാ ലോകത്തേക്ക് വരുന്നത്. ശോഭന പരമേശ്വരൻ നായരെ പോലെയുള്ള പ്രശസ്തരായ നിർമ്മാതാക്കൾ അദ്ദേഹത്തിന് ആവശ്യത്തിന് പിന്തുണ നൽകി. അതുപോലെ ശ്രീകുമാരൻ നബി എന്ന കവിയുടെ പിൻബലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകൾ, രാഘവ മാഷും അങ്ങനെ പല ആളുകളും ജയചന്ദ്രൻ്റെ പാട്ടുകളോട് താല്പര്യമുള്ളവരായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമാ ലോകത്ത് അദ്ദേഹത്തിൻ്റെ പേര് സ്ഥാപിക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പി ജയചന്ദ്രൻ എന്ന ഇരിങ്ങാലക്കുടയിലെ ഗായകൻ ലോകപ്രശസ്തനായി.